പുറത്തിറങ്ങുമ്പോ എപ്പോഴും ഹോട്ടലിൽ നിന്നല്ലേ കഴിക്കല്. ഇപ്രാവശ്യം ഒരു പൊതിച്ചോറും കൊണ്ട് പോയാലോ? സംഭവം പറയാനും കഴിക്കാനും എളുപ്പമാണെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാക്കി എടുക്കാന്നുള്ളത് നല്ല പണി തന്നെയാണ്. അതുകൊണ്ട് ഇന്നലെ തന്നെ ഏകദേശം ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നെല്ലാം കൂടെ ഒന്ന് വറവിട്ടാൽ മാത്രം മതി. അതുകൊണ്ട് ആദ്യം തന്നെ ചോറുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ബീട്രൂട്ടിന്റെ ഉപ്പേരി ഒന്ന് വറവിട്ടിട്ട് അടച്ചു വെച്ചു. എന്നിട്ട് മറ്റേ അടുപ്പിനകത്ത് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി വെക്കാൻ വേണ്ടിയിട്ട് അതും അടച്ചു വെച്ചു. ഇത് രണ്ടും കൂടെ അങ്ങനെ സൈഡിൽ കൂടെ ആകുന്ന സമയത്ത് അരി തിളക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ട അതിനകത്ത് ഇടാന്നുള്ളത്. ഇതാകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും, പൊട്ടാതെ മാത്രം സൂക്ഷിച്ചാൽ മതി. എന്താണേലും ഞാനൊരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ സംഭവം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ അതെടുത്ത് മാറ്റി വെച്ചിട്ട് മീൻ പൊരിക്കാൻ വേണ്ടി ഇട്ടു. മീൻ എന്ന് പറയുമ്പോൾ എനിക്ക് മത്തിയും കൂന്തലും, ഏട്ടന് വേണ്ടിയിട്ട് വേറൊരു മീനുമാണ്. പിന്നെ നമുക്ക് ഈ പൊക്കം കുറച്ച് കൂടുതലായതുകൊണ്ട് വാഴയില വെട്ടാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ അടുത്ത് തന്നെ പോണ്ടി വന്നു. എന്നിട്ട് 2 വാഴയില വെട്ടി വാങ്ങിയിട്ട് അത് കൊണ്ടുവന്ന് വാട്ടി അതിനകത്ത് ചോറും ഉപ്പേരിയും ചെമ്മീൻ ചമ്മന്തിയും മെഴുക്ക് വരട്ടിയും മീൻ പൊരിച്ചതും മുട്ടയും ഉണക്കമുളകും അച്ചാറും ഒക്കെ കൂടെ വിളമ്പിയിട്ട് നല്ലോണം മടക്കി കെട്ടി പൊതിഞ്ഞു വെച്ചു. ഞാൻ റെഡിയാവാനൊക്കെ പോകുന്നതിൻ്റെ എത്രയോ മുന്നേ തന്നെ സംഭവമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വാഴയിലയുടെ മണമൊക്കെ അതിനകത്ത് അങ്ങ് മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറേ മുമ്പ് റെഡിയാക്കി വെച്ചത്. പിന്നെ ഞങ്ങൾ ഈ ചോറൊക്കെ പൊതിഞ്ഞു പോകുന്നത് 2-3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമത് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ നല്ലോണം ലേറ്റ് ആവും എന്ന് അറിയാവുന്നതുകൊണ്ട്. രണ്ടാമത്തെ പിന്നെ നോമ്പുകാലാണ്. മാത്രമല്ല യുദ്ധമായതുകൊണ്ട് ഗ്യാസിന്റെ ലഭ്യത കുറഞ്ഞതുകൊണ്ട് ഒട്ടുമിക്ക ഹോട്ടലുകളും തുറക്കൂല. അപ്പൊ പിന്നെ പട്ടിണി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എടുത്ത് പോകുന്നത്. അത് മാത്രല്ല ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് കൂടെ അല്ലേ. ആ ഒരു എക്സ്പീരിയൻസിന്റെ സന്തോഷമാണ് ഏട്ടന്റെ മുഖത്ത് കാണുന്നത്. ഏട്ടൻ ഈ ഒരു പൊതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് അറിയില്ലായിരുന്നു. സംഭവം ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഏട്ടന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി നോക്കി ചെയ്തുകൊണ്ടാണ് ഇത്രയും ഹാപ്പി ആയത്. ഇനിയിപ്പോ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ചോറും പൊതിയും കൊണ്ട് പോകാന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ മാത്രമേ ആ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. പുറത്തിറങ്ങിയിട്ട് ബില്ല് കൊടുക്കുന്ന സമയത്ത് സന്തോഷം മൊത്തത്തിൽ പോവും. അതിലും ഭേദം ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഫുഡൊക്കെ എടുത്ത് പോയി എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇതുപോലെ ആസ്വദിച്ച് കഴിക്കുന്നതാണ്. എന്താണേലും കുറേ നേരത്തെ യുദ്ധം കൊണ്ട് ആ ഒരു ഫുഡ് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. എന്നിട്ട് വാഴയിലും ആ കവറൊക്കെ വണ്ടിയിൽ തന്നെ വെച്ചു. നമ്മൾ ഇതുപോലെ ഫുഡൊക്കെ കൊണ്ടുപോയി കഴിക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വേസ്റ്റ് ഒന്നും എവിടെയും കളയരുത്, തല്ല് കിട്ടും. എന്താണേലും ഞങ്ങൾ കുപ്പിയിലെ വെള്ളം കൊണ്ട് കൈയൊക്കെ കഴുകിയിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഈ വേനൽക്കാലത്ത് ഒരുപാട് സമയത്തേക്ക് വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലെ ഫ്രീസറിനകത്ത് വെച്ച് കട്ടയാക്കി കൊണ്ടുപോവാണെങ്കിൽ എത്ര നേരം വരെ വേണമെങ്കിലും ഇതുപോലെ ഐസായിട്ട് ഇരുന്നോളും. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ലവ് യു ഓൾ.